വെങ്ങാനൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. അധ്യാപകൻ സെബിനെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. അധ്യാപകനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം. ഇങ്ങനെ അടി കിട്ടിയമ്മ വയ്യാതെയാണ് വരുന്നതെന്ന്. അതിനു മുൻപേ സ്കൂളിൽ നിന്ന് ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ഇങ്ങനെ സാറിനെ കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് സാറിന് ഭയങ്കര മനസ്സിന് വിഷമം വന്നു. അതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ഫോണിൽ സാർ എന്നെ വിളിച്ചു. സാറ് സംസാരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവരെന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ, എന്നെക്കുറിച്ച് വേണ്ടാത്തതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സാർ നാളെ ഞാൻ വന്ന് സാറിനോട് ഇതിൻ്റെ റീസൺ ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാതെ സാർ എൻ്റെ മോനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞ് വെച്ചു. പക്ഷെ വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതൊരമ്മയപ്പോൾ ഞാൻ ചോദിച്ചു മോനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മ എൻ്റെ കുറുക്ക് എന്നെ അങ്ങനെ പിടിക്കല്ലേ, എൻ്റെ കുറുക്ക് മൊത്തം വേദനിക്കുന്നു. ഞാൻ ഇങ്ങനെ അകത്ത് കൊണ്ടുപോയി മോനെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മോൻ്റെ ബാക്കിലും ബട്ടക്സ് ഭാഗത്തും എല്ലാം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച പാടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ മോഹൻ, ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയോടാണ് അധ്യാപകൻ ഈ രീതിയിലുള്ള ക്രൂരത കാട്ടിയത്. തന്നെ കളിയാക്കി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയോട് ക്രൂരമായി പെരുമാറുന്ന, മർദ്ദിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു 6ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി അധ്യാപകനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം ഒരു ക്രൂരമായ മർദ്ദനം നടത്തിയത്. വിഴിഞ്ഞം വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ അധ്യാപകനാണ് ഈ ഒരു ക്രൂരകൃത്യം ഈ 6ാം ക്ലാസ്സുകാരനെ നോട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കുട്ടിയുടെ വീടിനടുത്ത് വെച്ച് ഈ ആക്രമിക്കപ്പെട്ട ഈ കുട്ടിയെ അടിച്ച അധ്യാപകന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ വിവരം കുട്ടി ക്ലാസ്സിൽ വന്ന് സഹപാഠികളോട് വിവരം പങ്കുവച്ചു. ഇതിലുള്ള വൈരാഗ്യമാണ് കുട്ടിയെ മർദ്ദിച്ചത്. കഴിഞ്ഞ 10ാം തീയതിയായിരുന്നു കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയ അധ്യാപകൻ മുളം വടി കൊണ്ട് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 3 തവണ ഈ പറയുന്ന മർദ്ദനം തുടർന്ന് 3 പ്രാവശ്യമായി വിളിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സെബിൻ എന്ന അധ്യാപകനാണ് ഈ കുട്ടിയെ മാരകമായി മർദ്ദിച്ചത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്ന അധ്യാപകർ ഇടപെട്ടാണ് കുട്ടിയെ രക്ഷിച്ചു വിട്ടത്. തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് വിവരം പങ്കുവച്ചു. അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകരെ ഉൾപ്പെടെ വിവരം അറിയിച്ചെങ്കിലും കാര്യമായ ഒരു നടപടി എടുക്കാത്തതിനെ തുടർന്ന് അമ്മ വിഴിഞ്ഞം പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ അധ്യാപകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പറയുന്ന സ്കൂൾ അധികൃതർ അധ്യാപകന് നേരെ നടപടി എടുത്ത് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന വിവരവും നമുക്കിവിടെ പങ്കുവയ്ക്കാം. തീർച്ചയായും ഇതിനു മുൻപ് ഇതുപോലുള്ള ഒരു പെരുമാറ്റം ഈ അധ്യാപകനായ സെബിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പരാതി ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടോ ഇയാൾക്കെതിരെ? പൊതുവെയുള്ളൊരു അഭിപ്രായം, ഇത്തരം അധ്യാപകൻ അല്പം ദേഷ്യക്കാരനും വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു അധ്യാപകനാണെന്നുള്ളൊരു വർത്തമാനം പൊതുവെ വരുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ മൃഗീയമായ ഒരു മർദ്ദനം ഇത് ആദ്യമായാണ് പരാതിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഒരുപക്ഷെ അത് പഠനത്തിന്റെ ഭാഗമായുള്ള മർദ്ദനമൊക്കെ ആയിരിക്കാം എന്നുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അധ്യാപകനെ കളിയാക്കി എന്നുള്ളതാണ്. അതായത് കളിയാക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുത്തു. അതിലുണ്ടായ അപകർഷതാബോധം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന വിദ്യാർത്ഥി, ഒരു 6ാം ക്ലാസ്സുകാരനെ, ഒരു വിദ്യാർത്ഥിയെ അവരുടെ പ്രായം പോലും മറന്ന് അതിനെ റൂമിൽ എത്തിച്ച് മൃഗീയമായ മർദ്ദനത്തിന് ഇരയാക്കിയത്. അമ്മ സൂചിപ്പിച്ചതുപോലെ പുറം ഭാഗം മൊത്തം അടിച്ച് തകർത്ത ഒരു നിലയിലായിരുന്നു കുട്ടിയുടെ കാണാനും കഴിഞ്ഞത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടിയുടെ അമ്മ ആശ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അധ്യാപകൻ തന്നെ കളിയാക്കി എന്ന് ആരോപിച്ച് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്. അത്തരം ഒരു
മോശമായ പെരുമാറ്റം ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചെറിയ കുസൃതിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുകയാണോ വേണ്ടത്? അവരുടെ മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറയാം, ആ കുട്ടി എന്തുകൊണ്ടാണ് കളിയാക്കിയതെന്ന് പരിശോധിക്കാം, അവരെ കൗൺസിലിംഗിന് വിധേയരാക്കാം. അതല്ലാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചു എന്നതുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിയും. അവരുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവ് ഏറെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ അധ്യാപകരുടെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. പോലീസും കേസെടുത്തിട്ടുണ്ട്.